how many types of pigments are involved in photosynthesis? അതായത് പിഗ്മെന്റ് എന്ന് പറയുന്നത് എന്താ? പിഗ്മെന്റ് മീൻസ് കളേർഡ് സബ്സ്റ്റൻസസ് അല്ലേ? നിറമുള്ള സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പിഗ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മുടെ ഹ്യൂമൻ ബ്ലഡിന് ചുവപ്പ് കളർ കൊടുക്കുന്നത് ഒരു പിഗ്മെന്റ് ആണ്. ആ പിഗ്മെന്റിന്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, ഹീമോഗ്ലോബിൻ. അതുപോലെ തന്നെ നമ്മളെ പ്ലാന്റ്സിന് പച്ച കളർ കൊടുക്കുന്നതും ഒരു പിഗ്മെന്റ് ആണ്. ആ പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. അപ്പം ക്ലോറോഫിൽ മാത്രമാണോ ഈ പിഗ്മെന്റ് ആയിട്ട് വരുന്നത്? അതായത് പ്ലാന്റ്സിന് പച്ച കളർ കൊടുക്കുന്നത് ക്ലോറോഫിലാണ്. നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന കാര്യമാണ്. അപ്പം നമുക്ക് പ്ലാന്റിന്റെ ബോഡിയിലുള്ള പിഗ്മെന്റുകളെ ഒന്ന് എന്ത് ചെയ്ത് നോക്കാം? സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് അറിയണം ഈ ഒരു പിഗ്മെന്റ് മാത്രമാണോ പ്ലാന്റിന് ആ ഒരു കളർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളേർഡ് സബ്സ്റ്റൻസ് പ്ലാന്റിൽ ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു എക്സ്പെരിമെന്റിന് പറയുന്ന പേരാണ് പേപ്പർ ക്രോമാറ്റോഗ്രാഫി. എന്താണ് പേപ്പർ ക്രോമാറ്റോഗ്രാഫി? പേപ്പർ ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പിഗ്മെന്റുകളെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. വ്യത്യസ്ത ലെയറുകളായിട്ട് നമുക്ക് പ്ലാന്റിന്റെ അകത്തുള്ള പിഗ്മെന്റിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് പറ്റും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത ആ പിഗ്മെന്റുകൾ ഏതെല്ലാമാണ്, അല്ലെങ്കിൽ ഏതെല്ലാം പിഗ്മെന്റുകളാണ് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് കിട്ടിയിരിക്കുന്നത്? അതിൽ ആദ്യത്തെ ആളാണ് ക്ലോറോഫിൽ എ. ക്ലോറോഫിൽ അല്ലെ? ക്ലോറോഫിൽ എ ഈ ഒരു പിഗ്മെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയിട്ടുള്ള പ്ലാന്റ് പിഗ്മെന്റ് ആണ് നമ്മുടെ ക്ലോറോഫിൽ എ. അപ്പൊ ക്ലോറോഫിൽ എയുടെ പ്രത്യേകത എന്താണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന പ്ലാന്റിന്റെ പിഗ്മെന്റ് ആണ് നമ്മുടെ ക്ലോറോഫിൽ എ എന്ന് പറയുന്നത്. അതിന്റെ കളർ എന്താണ്? ബ്രൈറ്റ് ഓർ ബ്ലൂ ഗ്രീൻ. ഏത് കളറാണ്? ബ്രൈറ്റ് ഓർ ബ്ലൂ ഗ്രീൻ. അപ്പൊ ബ്രൈറ്റ് ഓർ ബ്ലൂ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റ് ഗ്രീൻ ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലൂയിഷ് ടിഞ്ചോട് കൂടിയ ഗ്രീൻ കളറാണ് നമ്മുടെ ക്ലോറോഫിൽ എന് ഉള്ളത്. ഇനി രണ്ടാമത്തെ പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ ബി. ക്ലോറോഫിൽ ബിന്റെ കളർ എന്താണെന്ന് അറിയാവോ? യെല്ലോ ഗ്രീൻ ആണ് അല്ലെ? യെല്ലോ ഗ്രീൻ അല്ലെ? യെലോയിഷ് കളറോട് കൂടിയ ഗ്രീൻ ആണ് നമ്മുടെ ക്ലോറോഫിൽ ബിന്റെ കളർ. അപ്പം ക്ലോറോഫിൽ എയുടെ കളർ ഓർത്തിരിക്കുക, അതുപോലെ തന്നെ ക്ലോറോഫിൽ ബിയുടെ കളർ ഓർത്തിരിക്കുക. ഇനി രണ്ടെണ്ണം നമ്മൾ പറയാൻ പോകുന്നതിന്റെ കളർ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ രണ്ടെണ്ണം നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ക്ലോറോഫിൽ എന്റെ കളർ ബ്രൈറ്റ് ഓർ ബ്ലൂ ഗ്രീൻ ആണ്, ക്ലോറോഫിൽ ബിയുടെ കളർ യെല്ലോ ഗ്രീൻ ആണ്. ഇനി അടുത്ത പിഗ്മെന്റ് ഏതെല്ലാമാണ്? നമുക്കറിയാം സാന്തോഫിൽ, അതുപോലെ തന്നെ കരോട്ടിനോയിഡ്സ്. സാന്തോഫിലും അതുപോലെ തന്നെ കരോട്ടിനോയിഡും. അപ്പൊ സാന്തോഫിലിന്റെ കളർ എന്താണെന്ന് അറിയാവോ? യെല്ലോ കളറാണ്, മഞ്ഞ കളറാണ് സാന്തോഫിലിനുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കരോട്ടിനോയിഡ്സ്. കരോട്ടിനോയിഡിന്റെ കളർ വന്നിട്ട് യെല്ലോ മുതൽ യെല്ലോ ഓറഞ്ച് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന കളറാണ് ആർക്ക് കാണാൻ സാധിക്കുന്നത്? നമ്മുടെ കരോട്ടിനോയിഡ് എന്ന് പറയുന്ന പിഗ്മെന്റിന് കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ പിഗ്മെന്റിൽ ക്ലോറോഫിൽ എ ആണ് ഏറ്റവും രാജാവ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ആള്. രാജാവ് എന്നല്ല വിളിക്കുക, ചീഫ് പിഗ്മെന്റ്. അപ്പൊ ക്ലോറോഫിൽ എ ആണ് ചീഫ് പിഗ്മെന്റ് ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള എല്ലാവരും, ബാക്കിയുള്ള മൂന്നെണ്ണവും ആക്സസറി പിഗ്മെന്റ് ആണ്. അപ്പൊ ക്ലോറോഫിൽ എ എന്ന് പറയുന്നതാണ് ചീഫ് പിഗ്മെന്റ്, ബാക്കിയുള്ള എല്ലാവരും ആക്സസറി പിഗ്മെന്റ് ആണ്. അപ്പം മെയിൻ ആയിട്ടുള്ള പിഗ്മെന്റ് ആണ് നമ്മുടെ ക്ലോറോഫിൽ എ. അപ്പം അവന് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ് നമ്മുടെ ഫോട്ടോസിന്തസിസിൽ ഉള്ളത്. അതേ സമയത്ത് ക്ലോറോഫിൽ ബി ഒക്കെ എങ്ങനെയാണ്? ക്ലോറോഫിൽ ബി, കരോട്ടിനോയിഡ്, സാന്തോഫിൽസ് എന്നൊക്കെ പറയുന്നവരൊക്കെ ആക്സസറി പിഗ്മെന്റ് ആണ്. ആക്സസറി പിഗ്മെന്റ് എല്ലാം തന്നെ നമ്മുടെ ക്ലോറോഫിൽ എനെ സഹായിക്കുന്ന പിഗ്മെന്റുകളാണ്. അപ്പം ക്ലോറോഫിൽ എ അത്രയും വലിയ ഒരു പ്രോസസ്സാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക അല്ലേ? കാരണം അവൻ ചീഫ് പിഗ്മെന്റ് ആണ്, അവന് കൃത്യമായിട്ടും ഉള്ള ഒരു ഫംഗ്ഷൻ ഇവിടെ ഉണ്ടാവും. എന്ത് കാര്യമാണ് നമ്മുടെ ക്ലോറോഫിൽ എ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പിഗ്മെന്റുകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരാണ് സൺലൈറ്റിൽ നിന്നും വരുന്ന ലൈറ്റ് എനർജീനെ ട്രാപ്പ് ചെയ്യുന്നത്. സോ ലൈറ്റ് എനർജീനെ ട്രാപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവർ അബ്സോർബ് ചെയ്യുന്ന ഈ ലൈറ്റ് എനർജി, എല്ലാ കളർ ലൈറ്റിനെയും ഇവർ അബ്സോർബ് ചെയ്യുമോ? നമ്മുടെ സൂര്യനിൽ നിന്നും വരുന്നത് വൈറ്റ് ലൈറ്റ് ആണ്. വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിൽ 7 നിറങ്ങളുണ്ട്. 7 കളേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ലൈറ്റ് ആണ് വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ 7 നിറത്തിൽ ഏത് നിറത്തിനെയാണ് ഇവിടെ കൂടുതലായിട്ടും അബ്സോർബ് ചെയ്യപ്പെടുന്നത്? നമ്മുടെ ഈ ക്ലോറോഫിൽ എ എന്ന് പറയുന്ന
പിഗ്മെൻറ്റ് ഏത് കളർ ലൈറ്റിനെയാണ് കൂടുതലായിട്ടും അബ്സോർബ് ചെയ്യുന്നത് എന്ന് നമുക്കറിയണം. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റഡി കണ്ടക്ട് ചെയ്തതിൻ്റെ ആ ഒരു ഗ്രാഫാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എന്ത്, റെഡ് അതുപോലെ തന്നെ ബ്ലൂ അല്ലേ, റെഡ് അതുപോലെ തന്നെ ബ്ലൂ കളർ ലൈറ്റാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ക്ലോറോഫിൽ എ ആണ് മെയിനായിട്ട് റെഡ് അതുപോലെ തന്നെ ബ്ലൂ കളർ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ടെക്സ്റ്റിൽ സ്പെക്ട്രം എന്ന് കൊടുത്തിട്ടുണ്ടാവും. എന്താണ് ഈ സ്പെക്ട്രം? ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. നമ്മൾ കെമിസ്ട്രിയിൽ ഈ വർഷം പഠിക്കുന്നുണ്ട് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്പെക്ട്രത്തിൽ വരുന്ന ആളാണ് നമ്മുടെ വിസിബിൾ ലൈറ്റ് അല്ലെ. വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് കേട്ടാൽ തന്നെ നമുക്കറിയാം, നമുക്ക് കാണാൻ പറ്റുന്ന ലൈറ്റ് അല്ലെ, അതാണ് വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വിസിബിൾ ലൈറ്റ് മാത്രമേ ഈ വലിയ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതായിട്ടുള്ളൂ. അപ്പം റെഡ് കളർ ലൈറ്റിന്റെ പ്രത്യേകത നമുക്കറിയാം എന്താണ്, അതിന് വേവ്ലെങ്ത് കൂടുതലാണ്, ബ്ലൂവിനാണെങ്കിൽ വേവ്ലെങ്ത് കുറവാണ്. അപ്പം ഈ രണ്ട് ലൈറ്റുകളാണ് നമ്മുടെ ക്ലോറോഫിൽ എ മെയിൻ ആയിട്ട് അബ്സോർബ് ചെയ്യുന്നത്. അപ്പം വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിബ്ജിയോർ അല്ലെ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അതിൽ റെഡും ബ്ലൂ ആണ് നമ്മുടെ ക്ലോറോഫിൽ എ മെയിൻ ആയിട്ട് അബ്സോർബ് ചെയ്യുന്നത്. അപ്പം ബാക്കിയുള്ള വേവ് ലെങ്ത് ഈ ഒരു സ്പെക്ട്രത്തിലെ ഈ ഒരു വിസിബിൾ ലൈറ്റിലെ ബാക്കിയുള്ള വേവ് ലെങ്ത്തുകളൊക്കെ അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ടോ? ഉണ്ട് അല്ലെ, കുറേയൊക്കെ അതും അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അതിന് മെയിൻ ആയിട്ട് സഹായിക്കുന്നത് ബാക്കിയുള്ള ആക്സസറി പിഗ്മെന്റുകളാണ്. അപ്പം ആക്സസറി പിഗ്മെന്റിന്റെ ഒന്നാമത്തെ പണിയാണെന്ത്, ഈ പറയുന്ന റെഡും ബ്ലൂവും ഒഴിച്ച് ബാക്കിയുള്ള കളർ അല്ലെ, ബാക്കിയുള്ള ആ ഒരു വേവ് ലെങ്തിനെ അബ്സോർബ് ചെയ്യുക എന്ന് പറയുന്നതാണ് ആരുടെ മെയിൻ ഫംഗ്ഷൻ, നമ്മുടെ ആക്സസറി പിഗ്മെന്റിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ കൂടി നമുക്ക് ആർക്ക് കാണാൻ പറ്റും, നമ്മുടെ ഈ ആക്സസറി പിഗ്മെന്റ്സിന് കാണാൻ പറ്റും. അവരാണ് ക്ലോറോഫിൽ എന്റെ ഫോട്ടോ ഓക്സിഡേഷനിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നത്. കാര്യം മനസ്സിലായല്ലോ, അതായത് ക്ലോറോഫിൽ എ അല്ലെ, ക്ലോറോഫിൽ എനെ ഫോട്ടോ ഓക്സിഡേഷനിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ ആക്സസറി പിഗ്മെന്റ്സ് ആണ്. അപ്പം ക്ലോറോഫിൽ എനെ ഫോട്ടോ ഓക്സിഡേഷനിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നവരാണ് നമ്മുടെ ആക്സസറി പിഗ്മെൻറ്റ്. എന്താണ് ഫോട്ടോ ഓക്സിഡേഷൻ? ഫോട്ടോ മീൻസ് ലൈറ്റ് അല്ലേ, ലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെ എന്ത് ചെയ്യപ്പെടുവാണ്, നമ്മുടെ ഈ ക്ലോറോഫിൽ എക്ക് ഓക്സിഡേഷൻ സംഭവിക്കുകയാണ്. അപ്പം വൺസ് ഓക്സിഡേഷൻ, ഫോട്ടോ ഓക്സിഡേഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്ലോറോഫിൽ എക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവൻ എന്താവും, അവൻ നശിച്ചു പോവും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവൻ്റെ ഫംഗ്ഷൻ പൂർണ്ണമായിട്ട് നിന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ഇവിടെ ഉള്ളതും ഇല്ലാത്തതും സെയിം ആണ്. അപ്പം അതാണ് ഫോട്ടോ ഓക്സിഡേഷൻ. അപ്പം ഫോട്ടോ ഓക്സിഡേഷനിൽ നിന്നും നമ്മുടെ ക്ലോറോഫിൽ എനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണ് ആര്, ആക്സസറി പിഗ്മെന്റ്, ആക്സസറി പിഗ്മെന്റ്സ്. അപ്പോൾ ഈ പിഗ്മെന്റുകൾ എല്ലാം തന്നെ കാണപ്പെടുന്ന സ്ഥലം ഏതാണ്, നമുക്കറിയാം നമ്മുടെ തൈലക്കോയിഡ്സ് അല്ലേ. അപ്പം നമ്മുടെ ക്ലോറോഫിൽ എ ആണ് റിയാക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ സഹായിക്കുന്നവരാണ് ബാക്കിയുള്ള ആക്സസറി പിഗ്മെന്റ്സ് എല്ലാം തന്നെ. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നടുത്ത ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.